ചാലുശ്ശേരി അങ്ങാടിയിലെ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വർഷങ്ങളായി തകർന്ന നിലയിൽ ഹൈമാസ്റ്റ് ലൈറ്റും കണ്ണടച്ചു. പുനർനിർമ്മാണത്തിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാനത്തെ ആദ്യ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊന്നാണെന്ന വിശേഷണത്തോടെ നിർമ്മിച്ച ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെക് ബസ് സ്റ്റോപ്പ് വർഷങ്ങളായി തകർന്ന നിലയിലാണ്. സ്കൂളിന് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മാസങ്ങളായി പ്രവർത്തനരഹിതമായതോടെ പ്രദേശം രാത്രിയിൽ ഇരുട്ടിലാകുകയാണ്. ആദ്യകാലങ്ങളിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നതിനെ തുടർന്ന് 2015-16 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ എംഎൽഎ VT ബൽറാമിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്മൈൽ തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. റേഡിയോ, വൈഫൈ, FM, സോളാർ ലൈറ്റുകൾ, പുസ്തകശാല തുടങ്ങിയ സൗകര്യങ്ങളോടെയായിരുന്നു നിർമ്മാണം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനകം തന്നെ പല സംവിധാനങ്ങളും തകരാറിലായി. 2019 ജൂൺ 20-ന് നെയിം ബോർഡും തകർന്നു. നിലവിൽ ഇരിപ്പിടങ്ങൾ, മേൽക്കൂര, സീലിംഗ് എന്നിവയും കേടായ നിലയിലാണ്. ബസ് സ്റ്റോപ്പിന് ചുറ്റും കാട് കയറിയതോടെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇവിടെ കാത്തു നിൽക്കാനും പ്രയാസമാണ്. മഴക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും സമീപത്തെ കടത്തിണ്ണകളെയാണ് പലരും ആശ്രയിക്കുന്നത്. ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ LP, UP വിഭാഗങ്ങളിലായി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 3000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നവരാണ്. മുൻ MLA MB രാജേഷിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് മുന്നിൽ കഴിഞ്ഞ വർഷം സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പൊതു സംവിധാനങ്ങൾ അധികൃതരുടെ അവഗണനയിൽ നശിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഹൈമാസ്റ്റ് ലൈറ്റും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്. തകർന്ന ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിക്കുന്നതിന് 2025-26 വാർഷിക പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും ഫണ്ട് ലഭിക്കുന്ന പക്ഷം അടുത്ത 2 മാസത്തിനകം കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി പറഞ്ഞു. പ്രവർത്തനരഹിതമായ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു.